വയനാടിന്റെ മഞ്ഞുമൂടിയ കാടുകൾക്കിടയിൽ കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ വീരഗാഥ ഇന്നും കാറ്റിൽ മുഴങ്ങുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ഒരു പോരാളി, കേരളത്തിന്റെ സിംഹം പഴശ്ശി രാജാവ്. ഇത് വെറും ഒരു രാജാവിന്റെ കഥയല്ല, മറിച്ച് ഒരു നാടിന്റെ അഭിമാനത്തിനായി ജീവൻ ബലി നൽകിയ ഒരു വീരപുത്രന്റെ ചരിത്രമാണ്. 1753 മലബാറിലെ പ്രശസ്തമായ കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശി രാജാവ് ജനിച്ചത്. പടിഞ്ഞാറ് കോവിലകം ശാഖയിലെ അംഗമായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതൽ തന്നെ അസാമാന്യമായ ബുദ്ധിശക്തിയും പോരാട്ടവീര്യവും അദ്ദേഹത്തിന് കൈമുതലായുണ്ടായിരുന്നു. തന്റെ നാടിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പിലും നീതിയും ധർമ്മവും തെളിഞ്ഞു നിന്നു. കൊട്ടാരക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങാൻ ആ ആത്മാവ് ആഗ്രഹിച്ചില്ല. കുടുംബത്തിന്റെ പിന്തുണയും വരേണ്യവർഗത്തിന്റെ ആദരവും അദ്ദേഹത്തിന് ലഭിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമായിരുന്നു. കൊട്ടാരത്തിന് പുറത്തിറങ്ങി തന്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അദ്ദേഹം നേരിട്ടിറങ്ങി. കാർഷിക ഗ്രാമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ ജനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി. പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളുമായി അദ്ദേഹം വളരെയടുത്ത ബന്ധം പുലർത്തി. അവരുടെ നിഷ്കളങ്കതയും സാഹസികതയും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. കാടിനെ അറിഞ്ഞവർ, മണ്ണിൽ വിയർപ്പൊഴുക്കിയവർ, ഇവർ അദ്ദേഹത്തിന്റെ കരുത്തായി മാറി. വനവാസികളുടെ ജീവിതം നേരിട്ട് കണ്ട് അദ്ദേഹം അവരുടെ രക്ഷകനായി. ധീരരായ കുറിച്യർ അദ്ദേഹത്തിന്റെ വിശ്വസ്ത സൈന്യമായി മാറി. അമ്പും വില്ലും എന്തി ശത്രുക്കളെ നേരിടാൻ അവർ സദാ സന്നദ്ധരായിരുന്നു. എന്നാൽ ആ ശാന്ത തകർക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ്. അവർ മലബാറിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. അമിതമായ നികുതിയും അന്യായമായ നിയമങ്ങളും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. ഭൂമിയും വിളവുകളും കവർന്നെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ തേടിയത് ഒരു രക്ഷകനെയാണ്. അനീതിക്കെതിരെ വാളെടുക്കാൻ പഴശ്ശി രാജാവ് തീരുമാനിച്ചു. അധികാരത്തിന് പുറം നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടാൻ ഉറച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ വലിയ പ്രതിരോധങ്ങളിലൊന്നായി ഇത് മാറി. ചരിത്രം ഇതിനെ കോട്ടയം യുദ്ധങ്ങൾ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇന്നും ഈ മണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്നു. മാനന്തവാടിയിലെ ഈ സ്മാരകം ആ വീരചരിത്രത്തിന്റെ സാക്ഷിയാണ്. തുറന്ന യുദ്ധത്തിനു പകരം അദ്ദേഹം വയനാട്ടിലെ ഘോരവനങ്ങളെ തന്റെ കോട്ടയാക്കി മാറ്റി. ഗറില്ല യുദ്ധമുറകളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. കാടിനെ അറിയുന്നവർക്ക് കാട് ഒരു സഹായിയാണ്. അപ്രതീക്ഷിതമായി ആക്രമിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞുപോകുന്ന തന്ത്രം ശത്രുക്കളെ ഭീതിയിലാഴ്ത്തി. ബ്രിട്ടീഷ് സൈന്യം തളർന്നു. വർഷങ്ങളോളം ശ്രമിച്ചിട്ടും ആ സിംഹത്തെ പിടികൂടാൻ അവർക്കായില്ല. കാടുകളിൽ അവർ വഴിതെറ്റുകയും തോൽപ്പിക്കപ്പെടുകയും ചെയ്തു. കുറിച്യരുടെ അമ്പുകൾ വായുവിൽ ചോളം വിളിച്ചുകൊണ്ട് ശത്രുഹൃദയങ്ങളിലേക്ക് തുളച്ചുകയറി. ആദർശവും ധൈര്യവും അവരെ ഒറ്റക്കെട്ടായി നിർത്തി. കഠിനമായ മഴയും തണുപ്പും ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടിയായപ്പോൾ വനവാസികൾക്ക് അത് തങ്ങളുടെ തട്ടകമായി. പ്രകൃതി പോലും പഴശ്ശി രാജാവിനൊപ്പമായിരുന്നു. അദ്ദേഹം ഒരു രാജാവല്ല, മികച്ചൊരു യുദ്ധതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഒരേ സമയം പല സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ പോരാട്ടത്തിൽ പലരും വീണുപോയി. എങ്കിലും ആവേശം കെട്ടടങ്ങിയില്ല. ഓരോ ജീവത്യാഗവും പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കി. പഴശ്ശിയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വൻ സൈന്യത്തെ വിദേശത്തു നിന്ന് എത്തിച്ചു. തോമസ് ഹാർവി ബാബർ എന്ന ഉദ്യോഗസ്ഥൻ ഈ ദൗത്യം ഏറ്റെടുത്തു. കാടുകൾ ഒന്നൊന്നായി അരിച്ചുപെറുക്കാൻ അവർ തീരുമാനിച്ചു. വഴികൾ മുറിച്ചുമാറ്റുകയും വിവരശേഖരണം ശക്തമാക്കുകയും ചെയ്തു. രാജാവ് പതുക്കെ വലയപ്പെടുകയായിരുന്നു. 1805 നവംബർ 30 മാവിലത്തോട് എന്ന പ്രദേശത്തിന് സമീപം ആ നിർണായക നിമിഷം വന്നെത്തി. രാജാവും സംഘവും വലയപ്പെട്ടു. മുട്ടുകുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവസാന ശ്വാസം വരെ പൊരുതാൻ അദ്ദേഹം തന്റെ വാളുയർത്തി. ആ പോരാട്ടത്തിനിടയിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഒരു ഇതിഹാസത്തിന്റെ അന്ത്യം ആ മണ്ണിൽ സംഭവിച്ചു. ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ ധീരതയെ ബഹുമാനിച്ചു. ബാബർ തന്റെ ഡയറിയിൽ കുറിച്ചു, അദ്ദേഹം ഒരു വലിയ വീരനായിരുന്നു എന്ന്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. ആ മണ്ണ് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ ഏറ്റുവാങ്ങി. ഒരു ശരീരം മാത്രം വീണു, എങ്കിലും സ്വാതന്ത്ര്യം എന്ന ആശയം ആ കാടുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ മറന്നില്ല. വയനാട്ടിലെ നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും പഴശ്ശി രാജാവ് ഇന്നും ജീവിക്കുന്നു.
വരും തലമുറകൾക്ക് അദ്ദേഹം ഒരു വലിയ പ്രചോദനമാണ്. ഇന്ന് മാനന്തവാടി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ മണ്ണ് ഇന്നും ആ വീരഗാഥയുടെ ഗന്ധം പേറുന്നു. കേരളത്തിന്റെ സിംഹം എന്ന വിളിപ്പേര് അദ്ദേഹം അന്വർത്ഥമാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ കാലം പൊരുതിയ ഏക ഇന്ത്യൻ ഭരണാധികാരി. ആ കാടുകൾ ഇന്നും ആ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഓരോ മരവും ഓരോ കല്ലും ആ ധീരന്റെ കഥ പറയും. പഴശ്ശി രാജാവ് ഒരു പേരല്ല, അതൊരു ജ്വലിക്കുന്ന ചരിത്രമാണ്. കേരളത്തിന്റെ അഭിമാനം, വയനാടിന്റെ വീരചരിത്രം.